സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യടാ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യോടാ. സ്ക്രീൻ ഷെയർ ചെയ്തടാ. അനഘ സ്ക്രീൻ ഷെയർ ചെയ്യോടാ. ഓക്കെ. ഓക്കെ, നമ്മൾ റേഡിയോ ബട്ടൺസ് ആണ് നോക്കിയത് അല്ലേ? റേഡിയോ ബട്ടൺസ് വരെ ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ബോക്സസ് നോക്കി നോക്കാം. ഓക്കെ, ഇതിന്റെ താഴെ ഒരു ഫംഗ്ഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യടാ. വെരിഫൈ റേഡിയോ ബട്ടൺസിന്റെ താഴെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന്റെ മുകളിൽ വേണേ ടൈം ഡോട്ട് സ്ലീപ്പ് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. വെരിഫൈ ചെക്ക് ബോക്സസ്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നമ്മൾ തൊട്ട് മുന്നേ യൂസ് ചെയ്ത സെയിം URL-ലേക്ക് നാവിഗേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആ URL ഒന്ന് ഓപ്പൺ ചെയ്യാമോടാ. എല്ലാവരും എത്തിയായിരുന്നോ? അതുവരെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് URL ആക്സസ് ചെയ്യുന്നവർ എത്തിയായിരുന്നോ? എത്തി. ഓക്കെ, കൃഷ്ണമാർ എത്തിയായിരുന്നോടാ? അലീന? എത്തി. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷന്റെ ചെക്ക് ബോക്സിന്റെ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തേടാ. സോ ഇതിനൊരു എക്സ്പാത്ത് എഴുതിക്കോളൂ, വാല്യൂ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് കേട്ടോ. ഇൻപുട്ട് ആണ് ടാഗ് നെയിം. ടാഗ് നെയിമിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്തേടാ. എല്ലാവർക്കും എക്സ്പാത്ത് കിട്ടിയോ? ചെക്ക് ബോക്സിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ?
ചെക്ക് ബോക്സിനെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ക്ലിക്കിനെ സിമുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഏത് വെബ് എലമെന്റ് കമാൻഡ് ആണ് യൂസ് ചെയ്യുക? ഡോട്ട് ക്ലിക്ക്. യെസ്. സോ ഡോട്ട് ക്ലിക്ക് സിമുലേറ്റ് ചെയ്തോളൂ. ക്യാപ്സ് ഓൺ ആയി. അത് വേണ്ട വാവേ. ഓക്കെ. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കാം. എന്നിട്ട് വെരിഫൈ റേഡിയോ ബട്ടൺസിനെ വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ. എന്നിട്ട് ഫംഗ്ഷൻ അല്ലടാ, ഫംഗ്ഷന്റെ കോള്. ഫംഗ്ഷൻ കോൾ ഏതാ? അതിനെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പകരം ആരെ വിളിക്കാം? വെരിഫൈ ചെക്ക് ബോക്സസിനെ വിളിക്കാം. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാമോ? ആരെങ്കിലും എത്താത്തതുണ്ടോടാ? ഓപ്പൺ ആകുന്നില്ലല്ലോ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്തോടാ. എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണത്. ഒന്ന് ടെർമിനേറ്റ് ചെയ്തേ. ആ റെഡ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അവിടെയല്ല. ടൈം എടുക്കുന്നതാടാ. ഓപ്ഷൻ 2 കൂടെ സെലക്ട് ചെയ്ത് കണ്ടോ? ഈ ഓപ്ഷൻ 3 ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതെ. ഓക്കേ. എല്ലാവർക്കും കണ്ടായിരുന്നോ ചെക്ക് ബോക്സ് സെലക്റ്റഡ് ആയിട്ട്? കിട്ടി. കൃഷ്ണകുമാർ കിട്ടിയായിരുന്നോടാ? കിട്ടി. ഓക്കെ. അലീന കിട്ടിയോടാ? എന്റെ റൺ ആവുന്നുള്ളൂ. ഓക്കെ, എക്സിക്യൂട്ട് ആവട്ടെ. പക്ഷേ എല്ലാ ഓപ്ഷൻസും സെലക്ട് ആയി വരണമെങ്കിൽ എല്ലാത്തിന്റെ എക്സ്പാത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. എക്സ്പാത്ത് എടുക്കുക, അതിന്റെ ക്ലിക്ക് സിമുലേറ്റ് ചെയ്യാം. റണ്ണായി. പാസ്സായില്ലടാ? പാസ്സാ. ഇനി ഓപ്ഷൻ 3 ഓൾവേസ് സെലക്റ്റഡ് ആണ്. അത് അങ്ങനെ തന്നെ വരും. അതെ. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് കോഡിലേക്ക് വരൂ. ചാനലിലേക്ക് തിരിച്ചു വന്നോളൂ കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ചെക്ക് ബോക്സ് നോക്കി, റേഡിയോ ബട്ടൺസ് നോക്കി. ഇനി നമ്മൾ നോർമലി കാണുന്ന വേറൊരു ടൈപ്പ് ഓഫ് കോമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ എലമെന്റ് ആണ് ഡ്രോപ്പ് ഡൗൺസ് എന്ന് പറയുന്നത്.
അല്ലേ? റേഡിയോപെറ്റസ് നമ്മൾ ഓൾറെഡി നോക്കി. ഡ്രോപ്പ് ഡൗൺസ് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കൈൻഡ് ഓഫ് വെബ് എലമെന്റ് അല്ലേ? സോ ഡ്രോപ്പ് ഡൗൺസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇതിന് താഴെ അഗെയിൻ ഒരു ഫംഗ്ഷൻ കൂടെ എഴുതിക്കോളൂ. വെരിഫൈ ചെക്ക് ബോക്സ് പോലെ തന്നെ വെരിഫൈ ഡ്രോപ്പ് ഡൗൺസ് എന്ന് പറഞ്ഞിട്ട് സെയിം URL ലേക്ക് നാവിഗേറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ URL ഒന്ന് പോയിക്കേ. ഇതില് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ ജാവ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടായിരുന്നോടാ? അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുത്തേടാ. അത് സെലക്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ മെനു 1 എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഒരു ടാഗിൽ സെലക്ട് ആയി നിൽക്കുന്നില്ലേ? സോ അതായത് ഡ്രോപ്പ് ഡൗൺസിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാഗ് ആണ് സെലക്ട്. ഓക്കെ, ഒരു ഡ്രോപ്പ് ഡൗൺ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടാഗ് നെയിം ആണ് സെലക്ട്. ഓക്കെ, ആൻഡ് അതില് നമ്മൾക്ക് എത്ര ഓപ്ഷൻസ് കൊടുക്കണമോ അത്രയും ഓപ്ഷൻസിനെ കൊടുക്കാം. അതെല്ലാം ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് നെയിമിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. ഓക്കെ, എന്നൊരു കാര്യം ചെയ്തേടാ, ഇനി ആ സെലക്ടിന് വേണ്ടി ഒരു എക്സ്പാത്ത് എഴുതിക്കേ. ID ID വെച്ചാണ് എഴുതണ്ടേ? ID വെച്ച് എഴുതിക്കോളാം. എക്സ്പാത്ത് എടുത്തോടാ. അതിന് താഴെ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തോളൂ. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്കോ വിച്ച് ബൈ യുവർ കൺവീനിയന്റ് നെയിം ഈസ് ലൊക്കേറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവർക്കും കിട്ടിയായിരുന്നോ സെലക്ട് ടാഗ്? അലീന, കൃഷ്ണകുമാർ ആൻഡ് അഖിലേന്ദു കിട്ടിയായിരുന്നോടാ? കിട്ടി. ഓക്കെ, എക്സ്പാത്ത് എഴുതിയായിരുന്നു. എക്സ്പാത്ത് എഴുതിയിട്ട് എലമെന്റ് ക്രിയേറ്റ് ചെയ്താൽ പറയാട്ടോ.
എല്ലാവരും എത്തിയായിരുന്നോ? എത്തിയാ പറയാ കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ. യെസ്. ഓക്കെ. സോ നെക്സ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. സെലക്ട് ഈക്വൽസ് സെലക്ട് ക്യാപിറ്റൽ എസ് കൊടുക്കുക. സെലക്ട് തന്നെ നെയിം കൊടുക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. സെലക്ട് ഡ്രോപ്പ് ഡൗൺ എന്നോ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ സെലക്ട് എന്തെന്ന് കൊടുക്കണം. എസ് മാത്രം ക്യാപ്സ്, ബാക്കിയുള്ള സ്മോൾ. ബ്രാക്കറ്റ്സില് നിങ്ങളിപ്പോ ക്രിയേറ്റ് ചെയ്ത വെബ് എലമെന്റ് അതാ ഇത്രയും മാത്രം. സെലക്ട് ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഡ്രോപ്പ് ഡൗൺ എന്ന് കൊടുത്തേടാ. നമ്മുടെ വെബ് എലമെന്റിന്റെ പേര് കൊടുത്തേ. ഇമ്പോർട്ട് ചെയ്യേണ്ടത് വെബ് ഡ്രൈവറിൽ സെലക്ട് ആണേടാ. അമ്മ ഓഫ് ആക്കിയേ. കുട്ടി കഴിക്കുന്നില്ല, അമ്മ ടി വി ഓഫ് ആപ്പിളിന്റെ ഒക്കെ കണ്ടിട്ടല്ലേ? ആപ്പിളിനോട് സമ്മതം വാങ്ങി, പിന്നെ ആരോടൊക്കെ വാങ്ങിയ പച്ചക്കറി വാങ്ങിയില്ലേ? ഓക്കെ. ഇനി നമ്മൾക്ക് ഒരു ഡ്രോപ്പ് ഡൗണിനെ 3 തരത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പുറത്തേ കൊണ്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 3 തരത്തില് ഡ്രോപ്പ് ഡൗണിന്റെ വാല്യൂസിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സെലക്ട് ബൈ വാല്യൂ. Second one is select by visible text. Third one, select by index. Okay? 3 തരത്തിൽ നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗണിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ബൈ ഇൻഡെക്സ്, സെലക്ട് ബൈ വാല്യൂ, സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ്. 3 തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ താഴെ ടൈപ്പ് ചെയ്യണം സെലക്ട് ഡോട്ട് നമ്മൾക്ക് ഡ്രോപ്പ് ഡൗണിന്റെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. അതായത് ഒരു ഡ്രോപ്പ് ഡൗണിലെ ആദ്യത്തെ വാല്യൂവിന്റെ ഇൻഡെക്സ് വാല്യൂ, ആദ്യത്തെ എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
നിങ്ങൾക്ക് സെക്കൻഡ് എലമെന്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് 1 എന്ന് വേണം കൊടുക്കാനായിട്ട്. സെലക്ട് ബൈ ഇൻഡെക്സ് ഓഫ് ബ്രാക്കറ്റ്സിൽ 1 കൊടുത്തേ. സെലക്ട് അണ്ടർസ്കോർ ബൈ അണ്ടർസ്കോർ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ 1. യെസ്. ഇനി വെരിഫൈ ഡ്രോപ്പ് ഡൗൺസിന് ഇനി ഒരു ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. വെരിഫൈ ചെക്ക് ബോക്സിനെ കമന്റ് ചെയ്തോളൂ. കമന്റ് ചെയ്തിട്ട് വെരിഫൈ ഡ്രോപ്പ് ഡൗൺസ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. സെക്കൻഡ് വാല്യൂ സെലക്ട് ആയില്ലേ? സി ഷാർപ്പ് എത്രാമത്തെ വാല്യൂ ആ നോക്കിക്കേ എൻ്റെ അകത്ത്. സെക്കൻഡ് വാല്യൂ. ഇപ്പോൾ ഡോട്ട് ഇൻഡെക്സ് ഓഫ് 1 കൊടുത്തപ്പോൾ നമുക്ക് സെലക്ട് ആയത് ഏതാണ്? സെക്കൻഡ് വാല്യൂവിനാണ് സെലക്ട് ആയത് അല്ലേ? ഇനി എനിക്ക് സെലക്ട് ബൈ വാല്യൂ ചെയ്യാം. അതായത് നമ്മളുടെ ആ ഡോം എടുത്തേടാ. ആ ഡോമില് ഓപ്ഷൻ വാല്യൂ ഈക്വൽസ് എന്നിട്ട് കുറച്ച് വാല്യൂസ് കണ്ടായിരുന്നോ? അതില് പൈത്തൺ എന്ന വാല്യൂ ഞാൻ സെലക്ട് ചെയ്തേടാ. പൈത്തൺ എന്ന വാല്യൂനെ സെലക്ട് ചെയ്യാം. പൈച്ചാമിലേക്ക് വരാം. സെലക്ട് ബൈ ഇൻഡെക്സ് കമന്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കൂ സെലക്ട് അണ്ടർസ്കോർ ബൈ അണ്ടർസ്കോർ വാല്യൂ. ഓക്കെ, അത് ഡബിൾ കോട്ട്സിൽ കൊടുത്തേടാ പൈത്തൺ എന്നുള്ളത്. മോള് പോയി മീനിനെ കണ്ടോളി, ഗപ്പിയെ കണ്ടോളി. ഡ്രോപ്പ് ഡൗൺ സെലക്ട് ആവുന്നില്ല. എന്താടാ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ആവുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യാം എന്തു? നോക്കട്ടെ കേട്ടോ. ഡ്രോപ്പ് ഡൗൺ അണ്ടർസ്കോർ മെനു എന്നല്ലേ ഉള്ളൂ ഇവിടെ. മെനു ഹൈഫൺ ലിസ്റ്റ് അല്ലല്ലോ. സെലക്ട് ടെക്സ്റ്റ് പാത്ത് ഒന്ന് നോക്കിക്കേ. ക്ലാസ് അല്ല, ID വെച്ചെടുക്കുക. കാരണം ലിസ്റ്റ് എല്ലാത്തിനും കോമണാ. ID വെച്ച് എഴുതുക. അതിന് 1 of 1 കിട്ടിയില്ലായിരുന്നല്ലോ. കിട്ടിയായിരുന്നു.
ഒന്ന് അത് ക്ലാസ് ഈക്വൽസ് കൊടുത്തേടാ. 104 ആണ്. ഓ, 104 ആണ് വരുന്നത് ബിക്കോസ് 4 എലമെന്റ്സ് ഉണ്ടെടാ. ആ, ആ. ശ്രദ്ധിച്ചിട്ട്. ഐ ഡി ഈക്വൽസ് കൊടുക്കും കേട്ടോ. ഓക്കെ, ഒരോടെ എക്സിക്യൂട്ട് ചെയ്തേടാ. നോക്കട്ടെ. വെരിഫൈ റേഡിയോ ബട്ടൺ, വീഡിയോ ചെക്ക് ബോക്സ്. വെരിഫൈ റേഡിയോ ബട്ടൺ ഡ്രോപ്പ് ഡൗൺ ഇൻവോക്ക് ചെയ്തിട്ടില്ലേ നോക്കട്ടെ, ആക്സസ് ചെയ്തിട്ടില്ലേ നോക്കട്ടെ. താഴേക്ക് വേടാ. വെരിഫൈ ഡ്രോപ്പ് ഡൗണിനെ മാത്രം വിളിച്ചേ, ബാക്കി എല്ലാം ഒന്ന് കമന്റ് ചെയ്യുവോ? OBJ let it be. അതിൽ വെരിഫൈ റേഡിയോയും വെരിഫൈ ചെക്ക് ബോക്സും അത് മാത്രം വെക്കടാ. കമന്റ് ചെയ്താൽ മതി. OBJ ഈക്വൽസ് റേഡിയോ ബട്ടണും OBJ ഈക്വൽസ് റേഡിയോ ബട്ടൺ OBJ ഡോട്ട് ഇനീഷ്യലൈസ് ബ്രൗസർ, അത് രണ്ടും അൺകമന്റ് ചെയ്യൂ. എറർ എന്താ നോക്കട്ടെ. അത് മുകളിലേക്ക് പോയിക്കേ. ഇതാണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്? വെബ് ഡ്രൈവർ സെലക്ട് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ടിൽ മിസ്റ്റേക്ക് ഇല്ലടാ. കോഡ് ഒന്ന് കാണിക്കോ? അല്ല കോഡല്ല, എറർ ഒന്ന് കാണിക്കാമോടാ? വെയിറ്റ് ഓടല്ലേ. കുറച്ചുകൂടെ മുകളിലേക്ക് വയ്ക്കുക. സിമ്പിൾസ് നോട്ട് അവൈലബിൾ. ഹാൻഡ്ലർ മുകളിലേക്ക് പോട്ടെ. ചെക്ക് ഹാൻഡ്ലർ റെസ്പോൺസ് ഒന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല. കുറച്ചുകൂടെ മുകളിലേക്ക് പോട്ടെ. ഏത് ലൈനിൽ എറർ നോക്കട്ടെ. വെരിഫൈ ഡ്രോപ്പ് ഡൗൺ. അവിടെ ഒബ്ജക്ട് ക്രിയേഷനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോടാ, നോക്കട്ടെ. ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ മെനുവിലേക്ക് പോകുന്നുണ്ട്. താഴേക്ക് വന്ന കുറച്ചുകൂടെ. ആ ഫൈൻഡ് എലമെന്റിലാണ് എന്തോ ഒരു പ്രശ്നമുള്ളത്. എന്താണെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. അവിടെ എന്തിനാ ബൈഡോ ടെക്സ്റ്റ് പാത്തിൽ സെലക്ട് സിംഗിൾ കോഡ്സ് ആണോ ഡബിൾ കോഡ്സ് ആണോടാ? സെലക്ടല്ലോ ഇത് ഡബിൾ കോഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. അവിടെ മിസ്റ്റേക്ക് ഇല്ല. id ഈക്വൽസ് ലൊക്കേറ്റർ കറക്റ്റ് ആണ്. ബൈഡോ ടെക്സ്റ്റ് പാത്ത് എഴുതിയതിൽ മിസ്റ്റേക്ക് ഇല്ല. ഒരു വട്ടം കൂടെ ജസ്റ്റ് അല്ലാതെ ഒന്ന് റീറൈറ്റ് ചെയ്യാമോടാ? സെൽഫ് ഡോട്ട് റേബോ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാമോ?
എക്സിക്യൂട്ട് ചെയ്ത ഡിഫറൻസ് ഒന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. ആ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. വെരിഫൈ ഡ്രോപ്പ് ഡൗണിലേക്ക് പോകുന്നുണ്ട്. സെലക്ട് അറ്റ് ദ റേറ്റ് ID വരെ എത്തുന്നുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോടാ? URL കറക്റ്റ് അല്ലേ? URL ആക്സസ് ആവുന്നുണ്ട് ആക്ച്വലി, ഇല്ലേ? അല്ല, URL മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, റൈറ്റ്. താങ്ക് യു ടാ, ഞാൻ URL ശ്രദ്ധിച്ചില്ല. ആ അടുത്തത് കൊടുത്ത് നോക്കിക്കേ. അതിനെ ഒന്നുകൂടെ ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് കൊടുത്തേടാ. ഓപ്ഷനിൽ ഏതെങ്കിലും വാല്യൂ സെലക്ട് ചെയ്തേ. പൈത്തൺ SQL സെലക്ട് ചെയ്തേ. അതല്ല, വാല്യൂ ആട്രിബ്യൂട്ടിന്റെ ആണ് ഞാൻ പറയുന്നത്. അതിന് എക്സ്പാത്ത് എഴുതാൻ എക്സ്പാത്ത് വേണ്ട, വാല്യൂ മാത്രം കോപ്പി എടുക്കുക. പൈസാമിലേക്ക് വരിക. സെലക്ട് ബൈ ഇൻഡെക്സിന് പകരം ടൈപ്പ് ചെയ്തേ. അത് കമന്റ് ചെയ്തേ. സെലക്ട് ബൈ ഇൻഡെക്സിനെ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കൂ. ഡ്രോപ്പ് ഓപ്ഷൻ ഡോട്ട് select by value, double quotes നിങ്ങൾ കോപ്പി ചെയ്ത വാല്യൂ എക്സിക്യൂട്ട് ചെയ്തേടാ. പൈത്തൺ സെലക്ട് ആയില്ലേ? ഇനി അടുത്തത് അതിന്റെ ടെക്സ്റ്റ് ഇല്ലേടാ. ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗിന്റെ ടെക്സ്റ്റ് ഏതാ? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എടുത്തോളൂ. അതിൽ SQL എന്ന് പറയുന്ന ഒരു ടാഗില്ലേ ഓപ്ഷൻ്റെത്. ഡോമിലേക്ക് തിരിച്ചു പോയിക്കേ. അടുത്തത് സെലക്ട് ചെയ്തോളൂ. SQLന്റെ ടെക്സ്റ്റ് ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ SQL. ക്യാപിറ്റൽ ലെറ്റർ SQLനെ എടുക്കുക. അതിനെ കമന്റ് ചെയ്യുക. സെലക്ട് ബൈ വാല്യൂവിനെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കൂ. ഡ്രോപ്പ് ഓപ്ഷൻ ഡോട്ട് സെലക്ട് ബൈ വിസിബിൾ ടെക്സ്റ്റ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. എന്താ പ്രിന്റ് ആവുന്ന, എന്താ ഡിസ്പ്ലേ, എന്താ സെലക്ട് ആവുന്നേന്ന്. സെലക്ട് ആയി.
അടച്ചോട്ടെ കുറച്ച്. നമുക്ക് ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? എന്താ വേണ്ടി കഴിക്കാൻ? എന്താ വേണ്ടി കഴിക്കാൻ? ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഡ്രോപ്പ് ഡൗൺസ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോടാ ഡ്രോപ്പ് ഡൗൺസ് വരെ? ഓക്കെ, ഇനി നമ്മൾക്ക് എടുക്കാനുള്ള അടുത്ത ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് കംപ്ലീറ്റ് ആവത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം അതിന്റെ. മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗ്. ഓക്കെ, മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗ് ആണ് നമുക്കിനി മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗ് ഉള്ള ടോപ്പിക്കാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. എന്തായിരിക്കും അത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോടാ മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗ് എന്തായിരിക്കുമെന്ന്? ഒരേ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ വിൻഡോസിലേക്ക് നാവിഗേറ്റ് ചെയ്യും. യെസ്, അതായത് നമ്മളിപ്പോ പറയുന്ന സിനാരി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നിൽ കൂടുതൽ ടാബുകൾ ഒന്നിൽ കൂടുതൽ ടാബുകൾ അറ്റ് എ ടൈം ഓപ്പൺ ആയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗിൽ പറയുന്നത്. ഓക്കെ, അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ വിൻഡോസ് ടാബുകൾ വരികയാണെങ്കിൽ നമ്മൾ ബ്രൗസർ കമാൻഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? ബ്രൗസർ കമാൻഡ്സിൽ നമ്മൾ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, ഒരു ആട്രിബ്യൂട്ട് പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോടാ? കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള പഠിച്ചായിരുന്നു നമ്മള്. പഠിച്ചു. സോ കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിലും അതുപോലെ കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. ഈ രണ്ട് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്? മൾട്ടിപ്പിൾ വിൻഡോ ഹാൻഡ്ലിംഗിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോടാ? അടുത്തത് ഏതാന്ന് വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ. ചാറ്റിലിട്ടേരാവേ. വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ. യെസ്, വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ ചാറ്റിലിട്ടേരാം.
സോ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ് മാത്രം പോരാ, അതിന്റെ കൂടെ നമുക്ക് എന്തും കൂടെ വേണം, നമ്മൾക്ക് സ്വിച്ച് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ആട്രിബ്യൂട്ട് കൂടെ നമ്മൾ യൂസ് ചെയ്യും. സോ ദാറ്റ് നമ്മൾക്ക് ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് നമ്മളുടെ ഡ്രൈവറിന്റെ ഫോക്കസിനെ കൊണ്ടു ചെല്ലാം. ഓക്കെ, ഓക്കെ ആണോടാ? ക്ലിയർ ആണോടാ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ സ്വിച്ച് അണ്ടർസ്കോർ ടു, പിന്നെ കറന്റ് അണ്ടർസ്കോർ വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽ. ഈ പറഞ്ഞ എത്രയും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോടാ പറഞ്ഞത്? ഓക്കെ, ഞാനിപ്പോ ആ ടോപ്പിക് എടുത്ത് എവിടെ എത്തത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അതിന്റെ കോഡ് മാത്രം തരാം. ആ കോഡ് നിങ്ങൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാസിന്റെ അകത്ത് ഈ ഒരു കോഡ് കൊടുത്തു വെച്ചേക്കുക കേട്ടോ. നാളെ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതിനെ ബേസിക്സ് ലീനിയറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ കോഡ് ഒന്ന് കൊടുത്തു വെക്കുക. ഇത്രയും ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, മാം ഒന്നുകൂടെ പറയാം എന്താ ചെയ്യേണ്ടത്? ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ ടാബ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലാസിന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഈ കോഡും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യുക കേട്ടോ. ഒരു ഫംഗ്ഷൻ ആണ്, ഈ ഫംഗ്ഷനെ ആ ക്ലാസിന്റെ അകത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. ക്ലിയർ ആണോടാ? ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. ബിക്കോസ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് തീരില്ല, അതുകൊണ്ടാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. എനിക്ക് ഞാൻ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഓക്കെ ആണോടാ? ഇതുവരെ പറഞ്ഞ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ? വൈൻഡ് അപ്പ് ചെയ്യട്ടെടാ. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നോട്ട്സ് ഇത് കോപ്പി ചെയ്തായിരുന്നോ? ചെയ്തു. ഓക്കെ, കൃഷ്ണകുമാർ കോപ്പി ചെയ്തായിരുന്നോടാ? അലീന, അഖിലേന്ദു എല്ലാരും കോപ്പി എടുത്തായിരുന്നോ അത് കോഡ്? ഓക്കേടാ, ശരി. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ?